ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻ കാണാം, പിന്നെ ചെറിയൊരു കുഞ്ഞ് പെട്ടി മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും ഇത്രയും കുഞ്ഞ് ഡയറോമസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. 1/64 ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള RWBയുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ആ ഒരു ഗ്യാരേജ്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ അർജുൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത് കുറച്ച് ഡയറോമാസ് ആണ്. അപ്പം മേടിച്ചിരിക്കുന്നത് മിനി മാവൽസ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു 2 ഡയറോമാസ് ആണ് അൺബോക്സ് ചെയ്യുന്നത്. അപ്പം ഭയങ്കര ക്യൂട്ടാണ്, അതുപോലെ തന്നെ നല്ല രസമാണ്. നമുക്കിത് നമ്മുടെ ഓഫീസ് ടേബിളിലോ വീട്ടിലോ അല്ലെങ്കിൽ ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഡയറോമാസ് ആണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ പല തീമിലും നമുക്കിതിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തീമാണ്. അപ്പം നിങ്ങൾ എന്തായാലും കണ്ടു നോക്ക്. ഈ ഒരു ബോക്സിൻ്റെ അകത്ത് ഏകദേശം ഒരു മോർ ദാൻ 5 ഡയറാമാസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്തായാലും പൊട്ടിക്കാം. അപ്പം ഇവരുടെ ഒരു ബാഡ്ജിങ് ഒക്കെ വെച്ചിട്ടുണ്ട്, മിനി മാവൽസ് എന്ന് പറഞ്ഞ്. ഇവർ കോഴിക്കോട് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം 2 ദിവസത്തിന് മുമ്പാണ് ഓർഡർ ചെയ്തത്. DTDC വഴിയാണ് ഇതിൻ്റെ കൊറിയർ കിട്ടിയത്. അത്യാവശ്യം നല്ല ഫാസ്റ്റായിരുന്നു ഇവരുടെ കൊറിയർ സർവീസും എല്ലാം. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് പൊട്ടിക്കാം. നോക്കണ്ട ഏതൊക്കെ വണ്ടിയാണ്, ഏതൊക്കെ ഡയറോമാസാണ്. നല്ല പാക്കിങ് കേട്ടോ. ഫൈനലി നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു. അപ്പം നല്ല ഡീറ്റെയിലിംഗ് ആണ്, നല്ല പാക്കിങ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് എനിക്കൊന്ന് ചാർട്ട് പേപ്പർ പോലത്തെ സംഭവം എന്തോ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു 5-6 ഡയറാമസിൻ്റെ പൊക്കത്ത് ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും. രണ്ട് നിരന്ന് ഇരിക്കുന്നുണ്ടോ, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നോക്കി. അപ്പം ഫസ്റ്റ് ഡയറാമ നമ്മൾ എടുക്കുവാണ്. അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതൊരു ഫോം ബോർഡും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്യാൻ കാണാം, പിന്നെ ചെറിയൊരു കുഞ്ഞ് പെട്ടി മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റസ്റ്റിക് ലുക്കായിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ അവിടെ വണ്ടി പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഇവർ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ്. ഭയങ്കര ക്യൂട്ടാണ്. നമുക്ക് ടേബിളിലാണെങ്കിലും ഇത്രയേ ഉള്ളൂ സൈസ് വരുന്നുള്ളൂ. വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ബീറ്റിലിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റിൽ തന്നെ ഫസ്റ്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്ത് നോക്കാം. നോക്കട്ടെ എങ്ങനെയുണ്ട്. അടിപൊളി കളേഴ്സ് മാച്ചിങ് കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ബ്ലൂവിനോട്, വോളിൻ്റെ ബ്ലൂവിനോട് നമ്മുടെ ഇവിടുത്തെ സ്ട്രൈപ്സ് മാച്ച് ആവുന്നുണ്ട്. രസമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടേബിളിൽ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അടുത്ത നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഒരു സ്ട്രീറ്റ് തീമിലുള്ള ഒരു ഡയറോമയാണ്. ശരിക്കും ഇത്രയും കുഞ്ഞ് ഡയറോമസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. 1/64 ഇത്രയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള. ഇവിടെ ഒരു നെറ്റ് പോലെ വരച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്ട്രീറ്റിൻ്റെ രീതിയിൽ ഇവർ റോഡ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്കൊന്നൊരു പോസ്റ്റർ പോലത്തെ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്, ഒരു സ്ട്രീറ്റിൽ ഇരിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ഒരു 1/64 സ്കെയിലിനാണ് ഇവർ മെയിനായിട്ട് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കസ്റ്റമൈസേഷൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ആവശ്യം പറയുകയാണെങ്കിൽ അവരതനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരും. അപ്പം മിനി മാവൽസ് എന്നാണ് ഇവരുടെ പേജ്. നല്ല ഡീറ്റെയിലിംഗ്. പിന്നെ ഇവിടെ ഒരു ട്രാഫിക് ബോർഡിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സംഭവം നൈസാണ്. അടുത്തത് നമ്മുടെ 3ാമത്തെ ഡയറോമ അൺബോക്സ് ചെയ്യാൻ പോവാണ്. അടിപൊളി. ഒരു ഗ്യാരേജ് തീമിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവരത്. കുറച്ച് ടയേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്യാരേജ് ടൂൾ എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കാം നമുക്ക് ലിഫ്റ്റിൽ ഇരിക്കുമെന്ന് വേണ്ടി. അടിപൊളി ലിഫ്റ്റിൽ വണ്ടി ഇരിക്കുന്നുണ്ട്. ആ കളറും ടെക്സ്ചറൊക്കെ കറക്റ്റ് ഒരു വർക്ക്ഷോപ്പിൽ വെച്ച് ചെയ്തേക്കുന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കരധികം ഡീറ്റെയിൽ ആയിട്ടാണ്. ഈ ചെറിയ സ്കെയിലിൽ ഇത്രയധികം ഡീറ്റെയിൽ ചെയ്യണമെങ്കിൽ നമുക്കൊരു വലിയ സ്കെയിലിൽ ഇവരെ കൊണ്ട് എന്തായാലും ചെയ്യിപ്പിച്ച് നോക്കണം. ഭയങ്കര രസമായിരിക്കും. അപ്പം വീണ്ടും നമ്മൾ അടുത്ത ഡയറോമ അൺബോക്സ് ചെയ്യുകയാണ്. ഇതൊരു സ്ട്രീറ്റ് രീതിയിലാണ്, ഒരു ഡിഫറെൻറ്റ് തീമിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു നെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മിനിയേച്ചർ രീതിയിൽ. പിന്നെ അതുപോലെ നല്ലൊരു ടെക്സ്ചർ വോൾസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേസ് ചെയ്യേണ്ട ഒരു സ്പോർട്സ് കാറിനെ പ്ലേസ് ചെയ്യാം. ഇതൊക്കെ ഭയങ്കര ക്യൂട്ടായിരിക്കും ടേബിളിൽ കണ്ട്. നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ടേബിളിൽ എന്തായാലും വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും ഇതിൻ്റെ റിസൾട്ടെന്ന്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ലോൺ, ഒരു ഗ്രീനറി, ഗ്രാസ് ഇതെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോർഡും ബാക്കിയെല്ലാം പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു കാറിന് വെക്കുന്ന രീതിയിലാണ് ഇവരിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ കോമ്പാക്റ്റ് വേണം, നമുക്ക് എവിടെ വേണമെങ്കിലും ക്യാരി ചെയ്യാം, പിന്നെ ഈസി ആയിരിക്കും എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാനും. അപ്പോൾ അടുത്ത് നമ്മുടെ കയ്യിലൊരു ഗ്യാരേജാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു റോളിംഗ് ഷട്ടർ കാണാൻ പറ്റും. പിന്നെ ഒരു സ്റ്റിക്കർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു നെറ്റുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വണ്ടി പ്ലേസ് ചെയ്ത് നോക്കാം. പിന്നെ അതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്രാസ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫ്ലോറിൽ വരുന്ന രീതിയിൽ ഇവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്യാരേജിൻ്റെ രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വണ്ടി പ്ലേസ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു വണ്ടി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും കുറേ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവരിത് ഉണ്ടാക്കാൻ, കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ആ ഡീറ്റെയിലിങ് ചെറിയ കുഞ്ഞ് കാര്യത്തിൽ പോലും നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മളൊരു ഷോപ്പിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത്. അപ്പോൾ എനിക്കൊന്ന് സ്ട്രീറ്റിൽ 2 ഷോപ്പ് ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു കാറ് പ്ലേസ് ചെയ്യുന്നു. അപ്പം ആ ഷോപ്പും ആ ഒരു കാറുമാണ് ഈ ഒരു ഡയറോമയുടെ തീം. അപ്പം ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനാണ് ഈ ഒരു ഡയറോമയിൽ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയും ഈ ഒരു ഡയറോമയും നല്ല രീതിയിൽ മാച്ച് ആവുന്നുണ്ട്. അടുത്തതൊരു റെസ്റ്റിക് ആയിട്ടുള്ള ഒരു വോളും പിന്നെ കുറച്ച് ട്രാഷ് ക്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി പ്ലേസ് ചെയ്യാം. ഒരു എനിക്കൊന്നൊരു വിൻറ്റേജ് ആയിട്ടുള്ളൊരു സിറ്റിയിലിരിക്കുന്ന ഒരു ഫീലാണ് വണ്ടി. അപ്പം ഇവിടെ ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ വളർന്ന് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഒരു സ്റ്റോപ്പുണ്ട്, പിന്നെ ട്രാഷ് ക്യാനുണ്ട്, ഒരു ബോക്സ് ഉണ്ട്. അടുത്തത് ഒരു ഇലക്ട്രിക് സ്റ്റേഷനാണ്. അപ്പം നമുക്കിവിടെ 2 ചാർജിങ് പോയിൻറ്റ്സ് കാണാൻ പറ്റും. പിന്നെ എനിക്കൊരു പോർഷയുടെ ഒരു വോൾ ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ബോർഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊരു വണ്ടി പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ചാർജിങ് സ്റ്റേഷനിൽ വണ്ടി ഇരിക്കുന്ന രീതിയിലാണ് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഡയറോമസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ബോയ് ഫ്രണ്ടിനോ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ ഈ ഒരു ഡയറോമ ഒരു അക്രിലിക് കേസിലൊക്കെ ആയിരിക്കും അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അക്രിലിക് കേസസിൽ ഇത് കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിരിക്കും. അപ്പം ഇതുപോലെ പ്ലെയിനായിട്ടും കിട്ടും, നമുക്ക് ഒരു ബോക്സിലും കിട്ടും. അപ്പം ഷെൽഫിലോ അല്ലെങ്കിൽ ഒരു ക്യാബിനിലൊക്കെ വെക്കാനാണെങ്കിൽ അക്രിലിക് കേസസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അടുത്ത ഒരു റെസ്റ്റിക് ലുക്കായിട്ടുള്ള ഒരു ഗ്യാരേജാണ്. അപ്പം ഇവിടെ അത്യാവശ്യം ഒരു വിൻറ്റേജ് തീമിലുള്ള പോസ്റ്റേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞ് മൈന്യൂട്ടായിട്ടുള്ള ബോക്സസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആക്സസറീസ് വെക്കാൻ വേണ്ടിയുള്ള ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ലിഫ്റ്റ് ഉണ്ട്. പിന്നെ ഒരു വുഡൻ തീമിലുള്ള ഒരു ടൈപ്പ് ഓഫ് ടെക്സ്ചേഴ്സാണ് തോന്നുന്നത് ഇവർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ, പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ആവത്തില്ല. പിന്നെ നല്ല ഡീറ്റെയിലിംഗും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് വണ്ടി ഒരെണ്ണം പ്ലേസ് ചെയ്ത മിത്തിൽ അപ്പം ഭയങ്കര അടിപൊളി ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഈ ഒരു കാറിൻ്റെ റേഷ്യോ തന്നെ വേണം നമ്മുടെ ഇതിൻ്റെ ഓരോ ആക്സസറീസും ബിൽഡ് ചെയ്യുമ്പം. അപ്പം ബാക്കിയുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും ആ വണ്ടിയുടെ അതേ ഡീറ്റെയിലിങ്ങിലാണ് ഇവർ ബാക്കിയെല്ലാം ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്തതൊരു JDM ഗ്യാരേജാണ്. അപ്പം ഒരു വൈറ്റ് വോൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കൊക്കക്കോളയുടെ വെൻഡിങ് മെഷീനുണ്ട്. പിന്നെ ഷട്ടറുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് വയേഴ്സ് ഗ്യാരേജിലോട്ട് പോകുന്ന പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ടയേഴ്സ് ഇവിടെ ഇട്ടിട്ടുണ്ട്, മിനിയേച്ചർ ടയേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു JDM കാർ തന്നെ പ്ലേസ് ചെയ്യാം. വേണ്ട ഒരു പക്ക ഗ്യാരേജ് ഫീൽഡിലാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit, and the coffee ain't hit yet, damn ain't that great. I don't wanna go to work, cause my boss is a jerk, and I'm not even that paid. I need a change in my life, cause I don't feel alive, and there's nothing that makes me happy. Hold my beer for a minute, I'm about to quit my job, cash in. അങ്ങനെ ഫൈനലി ഞാൻ ലാസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്യാരേജിൻ്റെ ഡയറോമയാണ്. ഏതാണെന്നല്ലേ, നമ്മുടെ അക്കീറയുടെ ഗ്യാരേജ്. അപ്പം പോർഷെ RWB ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു ഗ്യാരേജ് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മളിത് മിനി മാവൽസിനോട്, അതായത് നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാം പേജിനോട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിച്ചൊരു ഡയറോമയാണ്. അപ്പോൾ ഇത്രയധികം ഈ ഒരു ഡയറോമസ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തത് പുള്ളിക്കാരൻ്റെ തന്നെ ഇഷ്ടമുള്ള രീതിയിലാണ് പുള്ളി ഡിസൈൻ ചെയ്തത്. ഇത് നമ്മൾ നമ്മുടെ രീതിയിൽ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു മോഡലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ ഇതുവരെ എനിക്ക് പുള്ളി ഫോട്ടോ അയച്ചു തന്നിട്ടില്ല. ബാക്കിയുള്ള മോഡൽസിൻ്റെ അയച്ചു തന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു മോഡലിൻ്റെ അയച്ചു തന്നിട്ടില്ല. ബ്രോ കണ്ടിട്ട് പറയാനാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം, സേഫായിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അടിപൊളി. RWBയുടെ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് ആ ഒരു ഗ്യാരേജ്.
നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് 1/64 സ്കെയിൽ ഡയറാമാസാണ്. അപ്പോൾ നല്ല രീതിയിലാണ് ഡീറ്റെയിൽ ചെയ്തിരിക്കുന്നത്. ഓരോ പാർട്സും ഭയങ്കര, ഇപ്പോൾ ചിലതിനൊക്കെ റെസ്റ്റിക് ലുക്ക് കൊടുക്കുന്നതിന് വേണ്ടി കുറച്ച് ഒരു വിൻറ്റേജ് രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും ശരിക്കും പഴയ ഒരു കടമുറിയും അല്ലെങ്കിൽ ഒരു വർക്ക് സ്റ്റേഷനും ആ രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ സ്ട്രീറ്റ്സിൻ്റെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വെച്ചാൽ നമ്മുടെ അക്കീറയുടെ ഡയറോമയാണ്. അത് നമ്മൾ ആ രീതിയിൽ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗാണ്. അപ്പം പോർഷെ ഫാൻ ഉള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളൊരു 1/18 സ്കെയിൽ അക്കീറയുടെ പോർഷയുടെ RWBയുടെ ഗ്യാരേജ് ഉറപ്പായിട്ട് ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് അടിപൊളി ഫോട്ടോഷൂട്ട്സും വരും. അപ്പം ഇങ്ങനെ 1/64 സ്കെയിൽ ഡയറോമ ഇനി നിങ്ങൾക്ക് എവിടെ നിന്ന് മേടിക്കാം, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ഏകദേശം പ്രൈസിങ് 1000 to 1500 ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത്. നമ്മൾ 11 ഡയറോമസ് മേടിച്ചിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഔട്ട്ഡോർ പോയി ഫോട്ടോഷൂട്ട് ചെയ്യാം. അത് അടുത്ത വീഡിയോയിലായിരിക്കും നമ്മൾ ഇടാൻ പോകുന്നത്. ഇത്രയും ഡയറാമസിൽ എനിക്ക് എൻ്റെ ഏറ്റവും ഫേവറായിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നമ്മുടെ RWB ഗ്യാരേജാണ്. അപ്പം ഞാൻ വെച്ചതെന്ന് വെച്ചാൽ കുറച്ച് ഓഡിയുടെ മോഡൽസൊക്കെയാണ് ഈ ഒരു പോർഷെ ഗ്യാരേജിൽ കൊണ്ട് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ 1/64 പോർഷെ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ഉടൻ തന്നെ ആ സംഭവം നമ്മുടെ പോർഷെ RWB മേടിക്കും 1/64 സ്കെയിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു ഗ്യാരേജിൽ കുറച്ച് വണ്ടി പ്ലേസ് ചെയ്തിട്ട് കുറച്ച് പടങ്ങൾ എടുക്കാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഓഡിയുടെ കുറച്ച് വണ്ടികൾ ഈ ഒരു RWB ഗ്യാരേജിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്യാരേജിൻ്റെ ഇവിടം വരെ കുറച്ച് കുഞ്ഞ് സ്പേസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു RWB പക്ക ഒരു ഗ്യാരേജ്, അകത്ത് അത്യാവശ്യം കാറൊക്കെ പാർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സ്പേസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ പണിയാൻ പോകുന്നത്. അതൊരു 1/18 സ്കെയിലായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഡയറോമസ് പണിയാൻ മേടിക്കാൻ ആഗ്രഹവും പിന്നെ അതുപോലെ തന്നെ ഇതുപോലത്തെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്യണം. പിന്നെ ഇത് മേടിക്കാനുള്ളത് ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. ഇത് മിനി മാവൽസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചേക്കുന്നത്. അപ്പം അതുപോലെ തന്നെ നമ്മൾ കുറേ പേരെ ഇങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ട് ഡയറോമസ് ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ളവർ ഉറപ്പായിട്ടും arjunthomas31@gmail.com നിങ്ങളുടെ വർക്ക് ഉറപ്പായിട്ടും അയക്കണം. നമുക്ക് കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡയറാമാസ് ഉണ്ടാക്കാം. പിന്നെ അതുപോലെ നിങ്ങളുടെ പേയ്മെൻറ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. അപ്പം എന്തായാലും ഇനി ഇതുപോലെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വരും. അപ്പം നമ്മുടെ വീഡിയോസ് ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ താങ്ക് യു.